ഉള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നതിന് ശരിയായ നടപടിക്രമങ്ങളിലൂടെ മാറ്റിയില്ലെങ്കിൽ അവരത് ആ ഉത്തരവും കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുപോയി അനുകൂലമായ വിധി സമ്പാദിക്കും. പണ്ട് സെൻകുമാറിനെതിരെ അത് നടപടിക്രമങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടാണ് കോടതി തിരിച്ചടി ഗവൺമെൻറ് ഉണ്ടായത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നടപടികൾ അന്വേഷിച്ച് ശരിയായ നടപടിയിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ സാങ്കേതികമല്ല, നിയമമാണ് സാങ്കേതികമല്ല. നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കാതെ എടുത്തിയാടി ചെയ്താൽ തിരിച്ചടി ഗവൺമെൻറ്റാണ് ഉണ്ടാകുന്നത്. പണ്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആന്റണി രാജു വിശദീകരിച്ചത് പഴയ സെൻകുമാറിനെ നീക്കിയ കാലത്തെ നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. അപ്പോൾ എടുത്തുചാടി എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ ഈ പുറത്താക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന് കോടതിയെ സമീപിച്ച് ഒരു അനുകൂല ഉത്തരവ് സമ്പാദിച്ച് തിരികെ വരാൻ കഴിയും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം, അതിനുവേണ്ടി കൂടിയാണ് ഈ സമയം എടുക്കുന്നത് എന്നാണ് അദ്ദേഹം ഒരു വിശദീകരണം എന്ന മട്ടിൽ LDF മുന്നണി യോഗത്തിന് പോകുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. മുന്നണി യോഗത്തിലേക്ക് പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളൊക്കെ വരുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ അതിൽ ഉണ്ടാകുമോ എന്ന് നോക്കണം. ബി ദിലീപ് കുമാർ തുടരാം. ഇപ്പോഴിതാ ദിലീപ് തുടരാം. എന്താ പറയാന്നുള്ളത് നോക്കട്ടെ, കമ്മിറ്റി കൂടട്ടെ. വിജയകുമാർ, വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ ഈ യോഗത്തിൽ ഉന്നയിക്കും ഈ വിഷയം എന്നുറപ്പിച്ചു പറഞ്ഞത് RJD ആണ്. RJD നേതാവ് വർഗീസ് ജോർജ് അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. MR അജിത് കുമാറിനെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് അന്വേഷണം അത് നീതിപൂർവമാകില്ല, അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നാണ് വർഗീസ് ജോർജ് പറഞ്ഞത്. ആന്റണി രാജു പറഞ്ഞതാകട്ടെ മറ്റൊരു വിഷയമാണ്. അത് TP സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയ വിഷയമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയ വിഷയമാണ് നിയമ പോരാട്ടത്തിലേക്കൊക്കെ പോയത്. പക്ഷേ ഈ ADGPമാരുടെ ചുമതല അത് സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മറ്റൊരു തസ്തികയിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് ഏതായാലും ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ലാത്തതാണ്. പക്ഷേ DGP എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്ന് സുപ്രീം കോടതി കയറിയതും. പക്ഷേ ഏതായാലും ഇപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ യോഗത്തിന് മുമ്പ് തന്നെ വിവിധ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോടും മാധ്യമപ്രവർത്തകർ അഭിപ്രായം ആരാഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ കൂട്ടാക്കാതെ നേരെ AKG സെൻറ്ററിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പുറത്തു പറഞ്ഞ പ്രതികരണങ്ങളൊക്കെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പിണറായി വിജയനെ അടുത്തിരുത്തിക്കൊണ്ട് ആ വിമർശനങ്ങൾ ഉന്നയിക്കുമോ എന്നതാണ് വളരെ പ്രസക്തമായ കാര്യം. നേരത്തെ CK ചന്ദ്രപ്പനും വെളിയം ഭാർഗവനുമൊക്കെ ഇത്തരം വിഷയങ്ങൾ യോഗത്തിൽ ഒരു മടിയും കൂട്ടാതെ തന്നെ തുറന്ന് പറഞ്ഞിരുന്നവരാണ്. സർക്കാരിനെ തിരുത്തിയവരാണ്, മുന്നണിയെ തിരുത്തിയവരാണ്. അത്തരമൊരു നടപടി ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നത് ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതായാലും സർക്കാരും ഇടതുമുന്നണിയും വലിയ പ്രതിരോധത്തിലായ വിഷയത്തിൽ എന്തായിരിക്കും മുന്നണി തീരുമാനം? സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണി എന്തായിരിക്കും ചർച്ച ചെയ്യുക? സംസ്ഥാനം ഭരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കൾ അവിടെ AKG സെൻറ്ററിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവരെന്തായിരിക്കും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പോവുക, അവിടെ ചർച്ച ചെയ്യുക എന്നതൊക്കെ അറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. ഏതായാലും ഈ തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. തുറന്നടിക്കുമോ ഈ ഘടകകക്ഷികൾ, അതോ സർക്കാരിനൊപ്പം നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് ഈ വിഷയത്തിലേക്ക് വലിയ ചർച്ച പോകാതെ അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന ഒരു നിലപാടിലേക്ക് എത്തുമോ എന്നത് അറിയാനിരിക്കുന്നതേയുള്ളൂ. വിജയകുമാർ, നിർണായക ഇടതുമുന്നണി യോഗം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. പലരുടെയും പ്രതികരണം ഇതിനിടയിൽ വന്നു. നേരത്തെ നമ്മൾ CPI സംസ്ഥാന സെക്രട്ടറി എന്തെങ്കിലും പ്രതികരിക്കുമോ എന്ന് പരിശോധിച്ചിരുന്നു. ബിനോയ് വിശ്വം പ്രത്യേകിച്ചൊന്നും പറയാതെയാണ് യോഗത്തിലേക്ക് പോയത്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പലതവണ ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അജിത് കുമാറിനെ ആ പദവിയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക അസാധ്യം എന്നതാണ് CPIയുടെ നിലപാട്. അതിൽ ഈ പറയുന്ന തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന PV അൻവറിന്റെ ആരോപണം മുഖവിലക്കെടുത്ത് തന്നെയായിരുന്നു CPI നേതാക്കൾ പ്രതികരിച്ചത്. അതിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഇപ്പോഴിതാ ബിനോയ് വിശ്വവും ഏതാണ്ട് അതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. CPIയുടെ തൃശ്ശൂർ ജില്ലാ നേതൃത്വവും കഴിഞ്ഞ ദിവസം അവരുടെ യോഗത്തിൽ ഈ നിലപാട്
ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെയാണ് അത് യോഗത്തിൽ അതേ ആർജവത്തോടെ അതേ തീവ്രതയോടെ ഈ വിഷയം CPI ഉയർത്തുമോ എന്ന ചോദ്യം ഉയരുന്നത്. എന്തായാലും അത്തരമൊരു പ്രതികരണത്തിലേക്ക് യോഗത്തിന് പുറത്ത് മാധ്യമങ്ങളെ കണ്ട സമയത്ത് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ കടന്നുപോയ സമയത്ത് ബിനോയ് വിശ്വം തയ്യാറായിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് യോഗത്തിൽ എന്തായിരിക്കും അവരുടെ അടുത്ത ഇടതുപക്ഷ അല്ലെങ്കിൽ CPIയുടെ ഇടതുമുന്നണിയിലെ സമീപനമെന്നാണ്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, ഇവിടെ PV അൻവർ ഇന്ന് കുറെ കൂടി കടുത്ത സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. സമവായത്തിന്റെ വഴിയല്ല, ഏറ്റുമുട്ടലിന്റെ വഴി തന്നെയാണ് തൻ്റേതെന്ന് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരിട്ട് P ശശിയിലേക്കുള്ള ആക്രമണം അതായിരുന്നു ഇന്ന് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ ആദ്യന്തം കണ്ടത്. അപ്പോൾ PV അൻവർ ഇന്നത്തെ മുന്നണി യോഗത്തിൽ ചില നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹം അത് പ്രതീക്ഷിക്കുന്നുണ്ടാകുമല്ലോ സ്വാഭാവികമായും, അല്ലേ? അതെ വിജയകുമാർ, ഒരു ഭരണപക്ഷ MLA പോലീസിനെതിരെ തുടങ്ങിവെച്ച ആരോപണ ശരങ്ങൾ അത് CPI തർക്കത്തിലേക്കും ഒരു നിർണായകമാകാവുന്ന ഒരു LDF യോഗത്തിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു പുതിയ രാഷ്ട്രീയ ചലനം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച്. ഇപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് PV അൻവർ പോയി കണ്ടിരുന്നു. ഈ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയ അൻവർ പിന്നീട് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളും പിന്നീട് ഉന്നയിച്ചില്ല. വാർത്താ സമ്മേളനങ്ങളൊക്കെ വിളിച്ചു എന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്ക് ഇല്ല എന്നുള്ളൊരു നിലപാടായിരുന്നു അദ്ദേഹം പിന്നീട് എടുക്കുകയും ചെയ്തത്. എല്ലാ ആരോപണങ്ങളും ADGPയിലേക്കും അതുപോലെ തന്നെ SP സുജിത് ദാസിലേക്കും കേന്ദ്രീകരിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. കഴിഞ്ഞ തിങ്കളാഴ്ച വരെ ഇതായിരുന്നു ഒരു സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുന്നത് തിങ്കളാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിലാണ്. അന്ന് കുറച്ചുകൂടി ഗൗരവമാണ് കാര്യങ്ങളെന്നും P ശശിയെ മാറ്റണം എന്നുള്ള ആവശ്യവും അല്ലെങ്കിൽ P ശശിക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ള ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇത് എഴുതി കൊടുക്കും എന്നും അദ്ദേഹം തിങ്കളാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതായത് അത്രയും ദിവസം നടന്നു വന്നിരുന്ന ഒരു രാഷ്ട്രീയ കാര്യത്തിൽ നിന്ന് മാറി അദ്ദേഹം പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു, പുതിയൊരു തിരുത്തിലേക്ക് എത്തുന്നു. അതുവരെ പറഞ്ഞിരുന്നത് നടപടി സർക്കാർ എടുക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച പറഞ്ഞത് അത് ഞാൻ എഴുതി കൊടുക്കും, അതിനായി തിരുവനന്തപുരത്ത് പോകും എന്നുള്ളതായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇവിടെ മലപ്പുറത്ത് നിന്ന് അദ്ദേഹം പോയില്ല. ഇന്ന് ആ ആരോപണങ്ങളുടെ കുന്തമുന കുറച്ചുകൂടി കൂർപ്പിക്കുകയാണ് അദ്ദേഹം. കാരണം ഈ RSSും ADGPയും നടത്തിയിട്ടുള്ള രഹസ്യ ചർച്ചകളുടെയൊക്കെ ഇന്റലിജൻസ് റിപ്പോർട്ട് അത് മുഖ്യമന്ത്രി കാണുന്നില്ല, മുഖ്യമന്ത്രിയിലേക്ക് ഒന്നും തന്നെ എത്തുന്നില്ല. മുഖ്യമന്ത്രി ഒരു ബാരിക്കേഡ് പോലെ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGP MR അജിത് കുമാറുമാണ്. അതുകൊണ്ട് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കപ്പെട്ടു എന്നുള്ള വളരെ ഗുരുതരമായൊരു ആരോപണം ഇന്ന് ഈ LDF യോഗത്തിന് തൊട്ട് മുൻപ് അദ്ദേഹം നടത്തുന്നു. അതുമാത്രമല്ല മറ്റൊന്നുള്ളത്, ഈ ആശ്രമം കത്തിച്ച കേസ് അന്ന് മുതൽ തന്നെ അത് വലിയ രീതിയിലുള്ള കോലിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. പക്ഷേ അതിൻ്റെ ഇന്റലിജൻസ് റിപ്പോർട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ പൂഴ്ത്തിവെക്കപ്പെട്ടു. അതിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു. RSS സംഘം പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനായ DYSP രാജേഷ്, പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ DYSP രാജേഷ് പിന്നീട് BJPയുടെ ബൂത്ത് ഏജന്റായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടുകളൊന്നും തന്നെ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തടയപ്പെട്ടു അല്ലെങ്കിൽ പൂഴ്ത്തിവെച്ചു എന്നുള്ള ആരോപണമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടേണ്ടതല്ലേ? അത് ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയുടെ വീഴ്ചയല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തില്ല. ഇന്നത്തെ യോഗത്തിൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചയിലേറെയായി നിരന്തരമായി ADGPക്കെതിരെയും അതുപോലെ തന്നെ മറ്റേ SP അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയും പോലീസിലെ ക്രിമിനലിസത്തിനെതിരെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന PV അൻവറിന്റെ വാക്കുകൾ എന്തുകൊണ്ടായിരിക്കാം മുഖവിലയ്ക്കെടുക്കാത്തത്, എന്തുകൊണ്ടായിരിക്കാം അതിൽ നടപടി ഉണ്ടാകാത്തത് എന്ന ചോദ്യം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു. അതിൽ പറഞ്ഞ മറുപടി, എനിക്ക് അതിന് പെട്ടെന്ന് തന്നെ വേണമെന്നില്ല, ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അങ്ങനെ കാത്തിരുന്നാൽ ഗുണമുണ്ടാകുമെന്നുള്ളത് PV അൻവർ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റിയതിൽ സന്തുഷ്ടനാണോ എന്നുള്ള ചോദ്യത്തിന് ആശ്വാസം മാത്രമാണ് ഉള്ളത്. കാരണം സർക്കാർ നടപടികളിലേക്ക് കടക്കുന്നു എന്നതിലെ ഒരു ആശ്വാസം മാത്രമാണ്. സന്തുഷ്ടനാകണമെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ പരാതി ലഭിച്ചിട്ടില്ല എന്ന് ഇന്ന് 24നോട് തന്നെ LDF കൺവീനർ പറയുകയുണ്ടായി. ഈ LDF കൺവീനർ ഈ പറഞ്ഞത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം
അദ്ദേഹം എടുത്തു പറയുകയും ഒപ്പം പരാതി ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമെങ്കിൽ എഴുതി കൊടുക്കുന്നുണ്ട്, ഞാൻ തന്നെ അത് എഴുതി കൊടുക്കും, വരുന്ന ദിവസങ്ങളിൽ തന്നെ പാർട്ടി സെക്രട്ടറിക്ക് പരാതിയായി എഴുതി കൊടുക്കും. അങ്ങനെ സർക്കാരിനെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ തന്നെ നേരിട്ട് ആക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ. കാരണം എഴുതി കൊടുക്കുക കൂടി ചെയ്താൽ പരാതി ഇല്ല എന്നുള്ള കാര്യം പിന്നീട് നിലനിൽക്കുകയില്ല. അപ്പോൾ പിന്നീട് എന്തായിരിക്കും നടപടി എന്നും അൻവർ നിലവിലെ സ്ഥിതിയിൽ കരുതുന്നുണ്ട്. ഈ ആദ്യം ഒരു PV അൻവർ നടത്തിക്കൊണ്ടുവരുന്ന ഈ ഒരു ആരോപണ ശരങ്ങൾ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ആദ്യം ശശിധരനെതിരെ ഇവിടുത്തെ പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ വിപിൻ തുടരുക. നമുക്ക് യോഗം തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാകുന്ന ഘട്ടത്തിൽ എന്താണ് PV അൻവറിന് പറയാനുള്ളത് എന്ന് നോക്കേണ്ടതുണ്ട്.